ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നമുക്കിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന തിരുവചന ഭാഗം ഫിലിപ്പി ലേഖനമാണ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 1:12 ദൈവങ്ങളെ പൗലോസ്ലീഹായുടെ ലേഖനമാണ്. ഫിലിപ്പി ലേഖനമൊക്കെ എവിടെ വെച്ചാൽ എഴുതിയെന്നൊക്കെ ധ്യാനിച്ച് നമുക്ക് ഈ വചനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൗലോസ്ലീഹ ലേഖനങ്ങൾ. ഏറ്റവും തീ പിടിച്ച ഒരു ലേഖനം ഏതാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പി ലേഖനം തന്നെയാണ്. അഭിഷേകമുള്ള കൃപയുള്ള എഫേസൂസ് ലേഖനവും കൊളോസൂസ് ലേഖനമൊക്കെ വായിച്ചാൽ കിട്ടും. പക്ഷെ ഇത്രയും തീയുള്ള, ഇത്രയും ദൈവാനുഭവമുള്ള മറ്റൊരു ലേഖനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടവിൽ കിടക്കുക, ഏത് റോമായിലെ തടവിലാണ്, എഫേസോസിലെ തടവിലാണെന്ന് പറയും. എവിടെയായിരുന്നു ശരി, ഞാൻ തടവിൽ കിടന്നാണ് ഈ കത്തെഴുതുന്നൊക്കെ. നമ്മളെ തടവിൽ കിടന്നുകൊണ്ട് സുവിശേഷം പറയാൻ പറ്റുമോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ജീവിതത്തിലെ സങ്കടങ്ങളിലും ദൈവത്തെ ആരാധിക്കണം. നിന്റെ ജീവിതം അവിടെ കൂട്ടാ, നിന്റെ ജീവിതം ഒരു ദേവാലയമായിട്ടൊക്കെ നീ ദൈവവചനം പ്രഘോഷിക്കണം. ഹല്ലേലൂയ. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ തടവിൽ കിടന്ന സമയത്ത് അവർ സുവിശേഷം പ്രസംഗിക്കുക. പിതാക്കന്മാര്, വൈദികര് തടവിലടയ്ക്കുമ്പോൾ നാസി തടക്കൽ പാളയത്തിന് മാക്സിമിലിയൻ കോൾബേയുടെ ചരിത്രം, ഫ്രാൻസിസ് സേവിയർ വാൻതുവാന്റെ ചരിത്രം, അതുപോലെ ഇവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവർ സംസാരിക്കുന്ന സുവിശേഷമാണ്. കഷ്ടപ്പാടും ദുരിതവും പറയാനുള്ള സ്ഥലമല്ല മക്കളെ. ഹല്ലേലൂയ. ജീവിതത്തിൽ ദുരന്തങ്ങൾ പ്രത്യേകിച്ചത് ബലിയർപ്പണത്തിന്റെ സമയമാണെന്നൊരു ഓർമ്മപ്പെടുത്തല. ഹല്ലേലൂയ. 1-ാം അധ്യായം 12-ാം വാക്യം, സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന്. Can you imagine? നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നീ ദൈവത്തെ അറിയാൻ കാരണമായെന്ന് തോന്നുന്ന ആരെങ്കിലും കൊണ്ട് കൊച്ചത്തിൽ ഹല്ലേലൂയ വിളിച്ചോ? ഒരു രോഗമായിരിക്കാം, ഒരു ദുരന്തമായിരിക്കാം, ഒരു തടസ്സമായിരുന്നിരിക്കാം, ഒരു പ്രതിസന്ധി ആയിരുന്നിരിക്കാം. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ സുവിശേഷം നിന്റെ ജീവിതത്തിൽ പടരുവാൻ, ഉദ്ധിതനായി ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് കാരണമായി. സുവിശേഷത്തെ സ്നേഹിക്കാൻ, പ്രാർത്ഥനയെ ഇഷ്ടപ്പെടാൻ ആ സംഭവം, ആ കാരണം എനിക്കിടെ വന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു മോനെ കണ്ടിവിടെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവൻ മറ്റൊരു സമാവിഭാഗത്തിൽപ്പെട്ടൊരു മകനായിരുന്നു. അവൻ ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരു സെമിനാരിയിൽ വൈദികനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അമ്പടാ, ഇത്രയൊക്കെ ഉള്ള നിങ്ങളുടെയൊക്കെ സന്തോഷം. കൈയടിച്ച് കർത്താവിന് വാർത്ത കൊടുക്കുക. കൈ നോവതല കൈയടിച്ച് കർത്താവിന്. അവന് ഈ കുർബാനയും ഈ ശുശ്രൂഷയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കേട്ട് കഴിഞ്ഞപ്പോൾ അവന് കാത്തലിക് പ്രീസ്റ്റ് ആകണം. ഹല്ലേലൂയ. ഇവിടെ ഇരുപണ്ട് ഇപ്പോൾ അവനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവങ്ങൾ നോക്കിയ ജീവിതം കൊടുക്കുന്ന കൊടുപ്പ് കണ്ടോ? കത്തോലിക്ക അവന്റെ സഭയിലെ അച്ഛന്മാർ കല്യാണം കഴിക്കുന്ന അച്ഛന്മാരാണ്. അവന്റെ സഭയിൽ അച്ഛന്മാർ കല്യാണം കഴിക്കുന്ന അച്ഛന്മാരാ. കല്യാണം കഴിക്കാത്തൊരു പുരോഹിതനാകാൻ, ഒരു സെലിബസ് എപി എന്നൊരു വൈദികനാകാൻ വേണ്ടിയിട്ട് ഈ മകനെ കൈയടി നന്നൊരു കൈ നോക്കുന്ന പോലെ കൈയടിച്ച് അവന് മാത്രം കൊടുക്കുക. നമ്മളെ ദൈവവിളിയുടെ ആഴകം മുടക്കുള്ളതാ മക്കളെ. ചെലവില്ലാത്തൊരു ആരാധനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെലവില്ലാത്ത ആരാധന ഒരു അനുഗ്രഹം വാങ്ങിച്ചു തരത്തില്ല. വേദനയില്ലാത്തൊരു ആരാധനയാ. വേദനയില്ലാത്ത ബലിയുണ്ടോ മക്കളെ? നമ്മളെ അർപ്പിക്കുന്ന വേദനയില്ലാത്ത ബലിയാ. കസേലെ ചാരി ഇരുന്നുകൊണ്ടിരിക്കുന്ന അത് വേദനയില്ലാത്ത ബലിയാ മക്കളെ. എടാ, നീ ഒരു നേരം പട്ടിണി കിടക്കാതെ നീ പ്രാർത്ഥിക്കുന്നത് വേദനയില്ലാത്ത ബലിയാ. നിന്റെ മുട്ടുകൾ പൊട്ടാത്തത് വേദനയില്ലാത്ത ബലിയാ. നിന്റെ കൈ കഴിക്കാത്തത് വേദനയില്ലാത്ത ബലിയാ. ഒരു ത്യാഗമെടുക്കാൻ പറ്റാത്തത് വേദനയില്ലാത്ത ബലിയാ. ഒരു പെടച്ചിലുണ്ട് മക്കളെ ബലിയില്. ഒരു വേദനയുടെ കഥയുണ്ട് ബലിയില്. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനം കിട്ടിയവര് മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ മതി. അതെ മക്കളെ, നീ തോറ്റത് വെറുതെ അല്ലെന്ന്, നിനക്ക് ജപ്തി നോട്ടീസ് കിട്ടിയത് വെറുതെ അല്ലെന്ന്,
നിനക്ക് ഈ രോഗപീഠ വന്ന വെറുതെ അല്ലെന്ന്, ഈ ദുരന്തം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് വെറുതെ അല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളൊക്കെ, ജീവിതത്തിൽ ഉണ്ടായ വേദനകളൊക്കെ, ഇപ്പോഴുള്ള രോഗപീഠ, ഇപ്പോഴുള്ള ജീവിത തകർച്ച, ഇപ്പോഴുണ്ടായ പരാജയം സുവിശേഷം എന്നിൽ നിറയാൻ കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുക, ഓടി വരിക പള്ളിയിലോട്ട്. ഒരു പ്രശ്നമില്ലെങ്കിൽ അതിലെ ഇതിലെ നടന്നേനെ. ഒരു പ്രശ്നം വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കും. ജീവിതത്തിൽ ഇതുവരെ കരയാത്തവർ എപ്പോഴാണ് കരഞ്ഞേക്കുന്നത്? നിന്റെ കൊച്ചിന് അസുഖം വന്നപ്പോഴാണ് നീ കരഞ്ഞേക്കുന്നത്. നിന്റെ ശരീരത്തിൽ മാരക രോഗമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നീ കരഞ്ഞിട്ടുള്ളത്. നിന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രശ്നം വന്നപ്പോഴാണ് നീ കരഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരന്തങ്ങളൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും മക്കളെ. ദുരന്തങ്ങളൊക്കെ നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പഠിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരന്തങ്ങളൊക്കെ സുവിശേഷത്തിന്റെ ഭാഗമാണെന്ന്, ജീവിതത്തിന്റെ തകർച്ചകളൊക്കെ ഒരു ബലിയുടെ ഭാഗമാണെന്ന് ഒച്ചത്തിൽ വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താ മനോഹാരിതയാ മക്കളെ. നമ്മൾ ഇന്ന് വചനത്തിൽ കേൾക്കുമല്ലോ, ഹെബ്രായ ലേഖനം പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ശരീരം സുഖിക്കാനുള്ളതല്ല, ആഹ്ലാദിക്കാനും തിന്നാനും കുടിക്കാനുള്ളതല്ല, സുഖഭോഗങ്ങളിൽ ഏർപ്പെടാനുള്ളതല്ല. എൻ്റെ ശരീരം കർത്താവിന് ആരാധന കൊടുക്കാനുള്ളതാ. എന്തൊരു വചനമാണ് അത് കൊടുത്തേക്കുന്നത്. യേശുക്രിസ്തു തമ്പുരാൻ കർത്താവ് എന്തിനാ മനുഷ്യ ശരീരം സ്വീകരിച്ചത്? തിന്നാനും കുടിക്കാനും ഭക്ഷണം കഴിച്ചാലും എവിടെയാ പറഞ്ഞേക്കുന്നത്? അവന് തലയായിക്കാൻ, അവൻ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടല്ല, ബംഗ്ലാവ് പണിയാൻ വേണ്ടിയിട്ടല്ല, അവൻ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല. അവൻ ഇറങ്ങിയത് തന്റെ ശരീരം കൊണ്ടൊരു ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാ. അവൻ നമുക്കൊരു മാതൃക നൽകുകയാ. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവേ. എല്ലാം ദൈവം തന്നല്ല, എല്ലാം സുഖിച്ചോ? ചിലരുടെ പ്രിൻസിപ്പൽ തെറ്റാ മക്കളെ. അത് എല്ലാം ദൈവം തന്നല്ലേ, അതുകൊണ്ട് തിന്നോ കുടിച്ചോ ആഹ്ലാദിച്ചോ സുഖിച്ചോ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാനാ. ഈ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോ നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ കൃപ നിറയും. ഇന്ന് തോമസ് അക്വീനാസിന്റെ തിരുനാൾ ആഘോഷിക്കുക. വിശുദ്ധ തോമസ് അക്വീനാസ് ഒരു വലിയ ധനിക കുടുംബത്തിലൊക്കെ ജനിച്ചൊരു പയ്യനായിരുന്നു. മുണ്ടുപെടുക്കാൻ പഠിക്കാൻ അവന്റെ തല പോലത്തെ തല ലോകത്തുണ്ടായിട്ടില്ല. സഭയിലെ ഏറ്റവും വലിയ പുണ്യാളനാ. അദ്ദേഹത്തിന് തിരിശേഷിപ്പ് തലയോട്ടിയ. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ് ഇദ്ദേഹത്തിൻ്റെ തിരിശേഷി. ഞാൻ തലയോട്ടി കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഫ്രാൻസിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും അവിടെ പിൽഗ്രിമേജ് വരും. ഈ തലയ്ക്കകത്തുനിന്ന് വന്നിട്ടുള്ള ജ്ഞാനം വേറൊരു തലയ്ക്കകത്തൊന്നും വന്നിട്ടില്ല. നമ്മൾ തലയോട്ടി കണ്ടാൽ പേടിക്കുമെങ്കിൽ അവിടെ വരുന്നവരും അതേ സായിപ്പുമാർക്ക് ശവമൂലം കാണാൻ പേടിയുള്ളവന്മാരാണ്. പക്ഷേ ഈ തലയോട്ടിയെ വന്ന് തൊട്ടുമുത്തി വണങ്ങിപ്പോകുന്ന മനുഷ്യന് കാരണം അത് ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞൊരു തലയോട്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ ജീവിതം 19-ാം വയസ്സിൽ അദ്ദേഹം സെമിനാരി ചേരാൻ പോവുക. ഡൊമിനിക്കൻ ഫാദേഴ്സ് OP. അവിടെ ചെന്ന് ചേർന്ന് സന്യാസാശ്രമത്തിൽ ചേർന്നു. അവസാനം വീട്ടുകാരെ തട്ടിക്കൊണ്ട് വന്നു. അമ്മാവൻ പോയി തട്ടിക്കൊണ്ട് വന്നു ചെറുക്കനെ. കൊണ്ടുവന്നിട്ട് അവർ ജയിലിലിട്ടു. അന്ന് കാലത്ത് എല്ലാ വീടുകളും സാമ്പത്തിക പ്രമുഖന്മാരുടെ വീട് ജയിലുകളുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്ത അത് മക്കൾക്കുള്ളതല്ല, ജോലിക്കാർ തെറ്റ് ചെയ്തപ്പോൾ ജയിലിലിടും. തോമാസിനെ പിടിച്ച് ജയിലിലിട്ടു. 1 വർഷം ആ കൊച്ചിനെ പിടിച്ച് എന്തിനാ? സെമിനാരിൽ പോയതിന്. അവൻ ആശ്രമത്തിൽ പോകുന്നതുകൊണ്ട്. അവൻ എന്നിട്ട് അവൻ്റെ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു അത്ര ശരിയല്ലാത്തൊരു പെണ്ണിനെ വിളിച്ച് സ്വന്തം മാതാപിതാക്കൾ മകനെ മുഖയിലോട്ട് വിടുക. ഒന്നാലോചിച്ച് നോക്കിയേ. ഇവനൊന്ന് വഴിപഴപ്പിക്കണം, ഇവൻ്റെ ബ്രഹ്മചാര്യം കെടുത്തണം, ബ്രഹ്മചര്യം കെടുത്തണം. നിങ്ങൾ ജീവിതത്തിൽ വായിച്ചു നോക്കി, രസകരമാണ്. അവളുടെ കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് പോയി. ഹല്ലേലൂയ. രണ്ടാമത് അത് തോമസ് അക്വീനാസിന് ദൈവം നേരിട്ടൊരു കൃപ കൊടുത്തു. ബ്രഹ്മചര്യം പാലിക്കാനുള്ള ചാസ്റ്റിറ്റിയുടെ ഒരു വരം മാലാഖയെ അയച്ച, ദൂതനെ അയച്ച തോമസ് അക്വീനാസിന് കൊടുത്തു. കൈയടിച്ച് കർത്താവിന് വാദം കൊടുക്കുക. കൈ നോവുന്ന പോലെ കൈയടിച്ച് കർത്താവിന്.
ജഡത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജഡാസക്തിയുടെ പിന്നില് സോഷ്യൽ മീഡിയയിലൂടെ തിന്മകളുടെ മേൽ തിന്മകൾ പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തില്, പോണോഗ്രഫി പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തില്, ജഡപാപങ്ങൾ കണ്ടിരുന്ന് രസിക്കുന്ന ഒരു കാലഘട്ടത്തില് ഒച്ചത്തി വിളിക്കുക ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ഒരു മനുഷ്യന്റെ വിശുദ്ധി നോക്കണേ, ഒരു മനുഷ്യന്റെ വിശുദ്ധി നോക്കണം. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞത് നിങ്ങൾ മറന്നല്ലോ, ഇത്രയും ജ്ഞാനമുള്ള ഒരാളുണ്ടായിരുന്നില്ല. വിശുദ്ധർക്ക് ദൈവം കൊടുക്കുന്ന മക്കളെ ജ്ഞാനമെന്നുള്ളത്, ദൈവിക വെളിപാടുകൾ ഇത്രമാത്രം കിട്ടിയ മറ്റൊരു വ്യക്തിയില്ല. ഒരുപക്ഷെ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പുസ്തകം സുമ്മാ തിയോളജിക്ക. നിങ്ങൾക്കറിയോ, ആ പുസ്തകം എഴുതി തീർത്തൽ പുണ്യാളൻ. അവസാനത്തെ ഭാഗത്ത് കുർബാനയെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ പലതവണ പറഞ്ഞതാ, കുർബാനയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം എഴുതിയിട്ടും മതിയാവണില്ല. അവസാനം കൊണ്ടുപോയി ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു, ഇതാ കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. പക്ഷെ ആ സമയത്ത് കുരിശിൽ നിന്ന് സ്വരം കേട്ടു എന്നാ പറയണത്, തോമസ് യു ഹാവ് വെൽ ഡൺ, യു ഹാവ് റിട്ടൺ വെൽ അബൌട്ട് മീ, വാട്ട് ഷുഡ് ഐ ഗിവ് യു. തോമസേ, എന്ത് മനോഹരമായിട്ടാണ് എഴുതിയേക്കുന്നത്, നീ എത്ര മനോഹരമായിട്ടാണ് എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത്, നിനക്ക് ഞാൻ എന്ത് സമ്മാനമാ തരണ്ടേ? നോൺ നീ സീത്തെ തോമിനെ, കർത്താവേ വേറൊന്നും വേണ്ട നിന്നെ മാത്രം, കർത്താവേ വേറൊന്നും വേണ്ട നിന്നെ മാത്രം. ഹല്ലേലൂയ. ചോദിക്കായിരുന്നോ എനിക്ക് പാണ്ഡിത്യന്താ, എനിക്ക് അറിവ്? സോളമൻ ചോദിച്ചല്ലോ മകളെ, ബൈബിളിൽ സോളമൻ ചോദിച്ചു ജ്ഞാനം തരണമേ. ഇവിടെ ഒരു പൊട്ടെന്ന് പറയാൻ ഒന്നും വേണ്ട, എനിക്ക് നിന്നെ മതി. ഏറ്റവും വലിയ ബുദ്ധിമാൻ, സഭാചരിത്രത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാത്. അവങ്ങൾ നിങ്ങൾക്കറിയോ, പിന്നീട് അദ്ദേഹം എഴുതിയിട്ടില്ല. സുമ്മാ തിയോളജിക്കായിക്ക് അവസാനമില്ല, എഴുതി തീർത്തില്ല. കുർബാനയുടെ മുമ്പിൽ ഇങ്ങനെ കമന്ന് കിടക്കുക. ഒരിക്കൽ കൂടി പേന എടുത്തു, കടലാസ് എടുത്തു, എഴുതി താന്തും യർഗു സക്രമെന്തും ഭക്തിയാ വണങ്ങുക സാഷ്ടാംഗം വീണു നാം. അത്രയേ ഉള്ളൂ. കുർബാനയെ പറ്റി എഴുതാനുള്ളതല്ല, ഭക്തിയാ വണങ്ങുക സാഷ്ടാംഗം വീണു നാം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പാടി പാർത്തി വല്ലാതിൻ്റെ അർത്ഥം പിടികിട്ടിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും? അത് എഴുതിയ ആളുടെ മനോനമ്പരം നമുക്ക് എന്തെങ്കിലും പിടികിട്ടിട്ടുണ്ടോ? അത്രയും പണ്ഡിതനായ ജ്ഞാനിയായ വ്യക്തി പിന്നെ ഒരു അക്ഷരം എഴുതിയിട്ടില്ല. ദേവാലയത്തിൽ പോയി ഇങ്ങനെ കണ്ണും നട്ടിരിക്കും, കുർബാനയിലേക്ക് കണ്ണും നട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഒരു മനുഷ്യൻ തന്നെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോ, ഒരു മനുഷ്യൻ ഒരു വിശുദ്ധ തൻ്റെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയപ്പോ, തൻ്റെ ശരീരത്തെ ദൈവാരാധനയ്ക്കുള്ള ഒരു വിശുദ്ധ ബലിപീഠമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോ, അവന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ജ്ഞാനത്തിന്റെ അഭിഷേകം ഒഴുക്കുക. നിന്റെ ജ്ഞാനം നിറയുമ്പോ, വിശുദ്ധിയിൽ നീ നിറയുമ്പോ, വിശുദ്ധിയുടെ വില വകവെച്ചില്ലെന്നൊക്കെ ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നുണ്ട്. വിശുദ്ധക്കുള്ള പ്രതിഫലത്തെ അവർ മാനിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ശരീരം ഹല്ലേലൂയ, ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുന്നു, കർത്താവ് നമുക്ക് തരുന്നൊരു വലിയ അഭിഷേകം. എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായത്. അവങ്ങളെ ഒരു സ്നേഹത്തിൻ്റെ ബന്ധനമുണ്ട്. ഓസിയ പറയുന്നില്ല, സ്നേഹം കൊണ്ട് അവൻ എന്നെ ബന്ധിച്ചു. സ്നേഹത്തിൻ്റെ കയറുകൊണ്ട്, വിശുദ്ധിയുടെ കയറുകൊണ്ട്, വിശ്വാസത്തിന്റെ കയറുകൊണ്ട്, ധാർമ്മികതയുടെ കയറുകൊണ്ട്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിക്കൊന്നും ഭാരമല്ല മക്കളെ, ക്രിസ്ത്യാനിക്കൊന്നും ഭാരമല്ല. ക്രിസ്തു ചുമക്കുന്നവരാ ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ചുമക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ, ക്രിസ്തു ചുമക്കുന്നവരാ ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ക്രിസ്തു എടുത്തോണ്ട് നടക്കുന്ന കുഞ്ഞാ നീയ, ക്രിസ്തു എടുത്തോണ്ട് നടക്കുന്ന കുഞ്ഞാ നീയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വഹിക്കുക. നമുക്ക് ഇതാ അവനെ വേണ്ടിയാ ഞാൻ ജീവിതത്തിൽ ഓരോ കാര്യവും. എന്തിനാ നീ അച്ഛനായിരിക്കുന്നത്? നീ എന്തിനാ ആ പുരുഷന്റെ കൂടെ, ആ സ്ത്രീയുടെ കൂടെ വിവാഹം എന്ന കുദാശ കൊണ്ട് ജീവിക്കുന്നത്? ആ പെണ്ണുമായിട്ട് ജീവിക്കാൻ കാരണം ക്രിസ്തുവാ. വിവാഹം എന്ന കുദാശ ക്രിസ്തു തന്നതാ.
ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ മാതാവ്, എന്തിനാണ് നീ ആ വിവരമില്ലാത്ത അപ്പനെ അമ്മയും കേൾക്കുന്നത്? ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പ്രതി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറയുമായിരുന്നു, അച്ഛാ ജീവിതത്തിൽ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല. കള്ളത്തരം കാണിച്ചൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാമായിരുന്നു. ഞാനിതുവരെ അച്ഛാ ഉറപ്പിച്ച് ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇവർ പറഞ്ഞ ബാക്കിയുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ആ കള്ളത്തരം കാണിച്ചിട്ട് വേണം എൻ്റെ കൊച്ചിന് ക്യാൻസർ വരാൻ, ആ കള്ളത്തരം കാണിച്ച് എൻ്റെ ഭർത്താവിന് അപകടം വരാൻ, കള്ളത്തരം കാണിക്കുമ്പോൾ പിശാച് കയറും മക്കളെ. അത് നിന്നെ കൊല്ലും, അത് നിന്നെ നശിപ്പിക്കും, അത് നിനക്കുള്ളതല്ല. മോശയ്ക്ക് തിരിച്ചറിവുണ്ടോ നമുക്ക്? എന്തു ആകാന്ന വിചാരം, എന്തു ആകാന്ന വിചാരം? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവള് തിരിച്ചറിവിലേക്ക്, ഒരു വെളിപാടിലേക്ക്. നോക്കിയ പൗലോസ്ലിഹായുടെ വെളിപാട് ആർക്ക് കിട്ടി? ഈ മനുഷ്യന്റെ കഥ പറയാൻ നേരമില്ല. 25-ാം തീയതി പൗലോസ്ലിഹായുടെ മാനസാന്തര തിരുനാളായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ആമേൻ ഹല്ലേലൂയ പറഞ്ഞാൽ പോരാ, ഇത് എഴുതിയവന്റെ ചോരയേക്കൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാ. ഈ മനുഷ്യൻ കൊടുത്ത വില അറിയാവോ? പൗലോസിനെ ലേഖനം എടുത്ത് വായിക്കുന്നത് പൗലോസിനെ ആരാന്ന് നീ അറിയണം. ആ പൗലോസ് കൊടുത്ത വില നമ്മൾ തിരിച്ചറിയണം. അപ്പൊ കടന്നുപോയ വേദനകൾ നമ്മൾ അറിയണം. അപ്പോൾ നിങ്ങൾക്ക് വചനത്തിന്റെ വ്യാഖ്യാനങ്ങളും വെളിപ്പെടുത്തലും നിങ്ങൾക്ക് കിട്ടും. പുസ്തകം പേന എടുത്തോണ്ട് കാണാപ്പാടം പഠിച്ച് പ്രസംഗിക്കുന്ന അങ്ങനെയൊന്നും അല്ല മകളെ. ഹല്ലേലൂയ. 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 ഹൃദയം മിടിക്കുമ്പം പ്രസംഗം ആരംഭിക്കാവുള്ളൂ. നിന്റെ തലയ്ക്കകത്ത് പെരുക്കുമ്പോഴല്ല പ്രസംഗിക്കേണ്ടത്, തല പെരുക്കുമ്പോഴല്ല പ്രസംഗിക്കേണ്ടത്. നിന്റെ ചങ്കിടിച്ചിട്ട് നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റാത്തപ്പോഴേ പ്രസംഗിക്കേണ്ടത്. നീ വായിച്ചു പഠിച്ചതിന് ബുദ്ധി കഴിവും അല്ല പ്രസംഗിക്കേണ്ടത്, നിന്റെ ഹൃദയത്തിന്റെ അനുഭവങ്ങളാണ് നീ പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ. 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 പുസ്തകത്തിൽ നിന്ന് വായിച്ചതും അവിടെ കേട്ടതും ഇവിടെ കേട്ടതും അല്ല മക്കൾ ദൈവത്തെ പറ്റി പറയേണ്ടത്. നിങ്ങൾ ഈ കൂടാരത്തിൽ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തെ പറ്റി പറയേണ്ടത്. നീ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടിയ ദൈവത്തെ പറ്റിയാണ് നീ പറയേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്ന്. എവിടെ? ജയിലിൽ കിടക്കുക, ചങ്ങലക്കെട്ട് കിടക്കുക ഈ മനുഷ്യൻ. ഈ 14 ലേഖനങ്ങളൊക്കെ എഴുതി എത്ര നാള് ഞാൻ ആലോചിക്കണ്ട. എന്നെ ദൈവമേ, തോറ്റ് തുന്നമ്പാടി നിൽക്കുന്നവരാ ഞാനും കേൾക്കുന്ന നിങ്ങളും. വെറും 10 വർഷത്തെ കളിയാണ് ഇതിനകത്ത് മുഴുവൻ കാണിച്ചേക്കുന്നത്. ഒരു നമ്മൾ വായിക്കും 100 വർഷങ്ങൾ ജീവിച്ചതല്ല പൗലോസ്, 10 കൊല്ലമേ ജീവിച്ചുള്ളൂ. 10 കൊല്ലമേ ഈ മനുഷ്യൻ സുവിശേഷമായിട്ട് ജീവിച്ചുള്ളൂ. ഹല്ലേലൂയ. പിടികിട്ടണില്ലേ? 10 കൊല്ലമേ ഈ സുവിശേഷം. അതുവരെ ഇങ്ങനെ യഹൂദ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് നടന്നപ്പോൾ 10 കൊല്ലം, 55 മുതൽ 65 വരെയുള്ള കാലഘട്ടമാണ് പൗലോസിന്റെ കാലം. എന്തുമാത്രം പ്രേക്ഷിതയാത്രയാ മക്കൾ ഈ മനുഷ്യൻ നടത്തിയത്, എന്തുമാത്രമായി എഴുതി കൂട്ടിയിരിക്കുന്നത്, എന്തുമാത്രം ജ്ഞാനമായി ആൾക്ക് കിട്ടിയിരിക്കുന്നത്. അത്ഭുതപ്പെടുക, അത്ഭുതപ്പെടുക. ഈ എന്നാ മക്കളെ, സത്യത്തിൽ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു 10-30 വർഷം കൊണ്ടാണ്. 30 10 വർഷം. എനിക്ക് വട്ടം കഴിഞ്ഞിട്ട് 30 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്തു? നിങ്ങൾ സുവിശേഷം കേൾക്കാൻ തുടങ്ങി എത്ര കൊല്ലം എന്നാ ചെയ്തെന്ന് പറ. എന്നിട്ട് സ്വർഗം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ പോകുന്നു. എങ്ങനെ സ്വർഗത്തിൽ പോകുന്നേ? പോകേണ്ടത് പൗലോസൊക്കെ ഇരിക്കുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പൗലോസൊക്കെ ഇരിക്കുന്ന സ്വർഗത്തിലോട്ട് നമുക്ക് പോകേണ്ടത്. എങ്ങനെ പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ചെറുവിരൽ അനക്കിട്ടുണ്ടോ കർത്താവിന് വേണ്ടി? നമുക്ക് 10 കൊല്ലം കൊണ്ട് ഈ മനുഷ്യൻ തലകുത്തി മറിഞ്ഞ കഥയായി ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പൗലോസിനെ ഇഷ്ടമുള്ളവര് അപ്പോസ്തല നടപടിയെടുത്ത് വായിക്കും. എന്നിട്ട് പിന്നെ ലേഖനങ്ങൾ വായിച്ചോ. നീ വാവിട്ട് നല്ല വിളിക്കും. നീ ഒരു ധ്യാനത്തിനും പോകണ്ട, ഒരു കൺവെൻഷനും പോകണ്ട, നിന്റെ ജീവിതം തന്നെ മാറും. ഹല്ലേലൂയ. പറയുന്നുണ്ടല്ലേ, ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്, ഈ ചങ്ങലകളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു, ഈ ജയിലിനെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിന് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ഒന്നും പരാതിയില്ല മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സുരഭില ധൂപം പോൽ, സുറിയാനി കുർബാനയിലൊക്കെ ഒരു പാട്ടില്ല അങ്ങനെയാണൊക്കെ പറഞ്ഞുകൊണ്ട്, ധൂപമുയരുമ്പോൾ, ധൂപമുയരണമെങ്കിൽ കത്തണം, തീക്കനലിൻ്റെ അകത്ത് നിന്നെ വാരിയിടണം. ചൂടടിക്കുമ്പോൾ ഞാൻ 3 പാന ചുറ്റിനും വെച്ചിരിക്കുന്നത്, തീക്കനലിൻ്റെ അകത്ത് വാരിയിടണം. അന്നേ നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരുന്ന ഹല്ലേലൂയ, ഒരു സൗരഭ്യം, ദ ഫ്രേഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യമാണ് നിങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മരത്തിന്റെ കുന്തിരിക്കത്തിന്റെ മരത്തിനെ ചങ്കി കുത്തുമ്പം അവിടുന്ന് ഒഴുകി വരുന്നതാ കുന്തിരിക്കം. അതുപോരാ, എന്നിട്ട് അതെടുത്ത് തീയിലും കൂടി ഇടണം. പലതും പിടികിട്ടുന്നുണ്ടോ മക്കളെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുമായിക്കൊള്ളെ, ഏത് വേദനയിൽ, ഏത് തകർച്ചയിലായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധനം നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചു. നമ്മുടെ സഹനങ്ങളും നൊമ്പരങ്ങളും കാണുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കണം. അയ്യോ ഭക്തോ പറഞ്ഞ് ഓടുന്നവരാ നമ്മൾ. ഒന്നുമില്ല, നോ, ഇറ്റ്സ് ഓക്കെ, കർത്താവ് തന്നതല്ലേ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഞങ്ങളെ ചില കുടുംബങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്ന അവസ്ഥകൾ നോക്കണേ. 2 മക്കള്, ഒരാണും ഒരു പെണ്ണും, 2 കുടുംബം തകർന്ന് വീട്ടിൽ നിൽക്കുക. 30 വയസ്സിന് താഴെ പ്രായം. ക്യാൻ ഇമാജിൻ? ഗതികെട്ടൊരു കുടുംബമല്ലേ. 3ാമതൊരു കൊച്ചില്ല, ഉണ്ടായിരുന്ന കല്യാണം നടക്കത്തുമില്ല. 2 എണ്ണത്തിനെ കടിച്ച് 2ഉം വീട്ടിൽ വന്ന് നിൽക്കുക. സുവിശേഷം ഒഴുകണം മക്കളെ. ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കണം. അവളെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുമ്പം ആ തകർച്ചയെ പോലും കർത്താവ് ഒരു അഭിഷേകമാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തെ നിരാശപ്പെട്ട് പോകല്ലേ മകളെ, തളർന്നു പോകല്ലേ. മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധനം, ഞാൻ ജയിലിൽ കിടക്കുന്ന ഒരുപാട് കാരണം നമുക്ക് നല്ലതാ. ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ഫിലിപ്പി ലേഖനമാ. അത് ജയിലിൽ കിടന്ന മനുഷ്യൻ എഴുതിയതാന്ന്. അയാളുടെ കയ്യെ ചങ്ങല കിടന്നപ്പോ ആ ചങ്ങല വലിച്ച് എഴുതിയതാണ് ഈ ലേഖനമെന്ന്. അപ്പ നൊമ്പരത്തിൽ നിന്ന് പാട്ട് പാടിയാൽ ആ നൊമ്പരത്തിന് ഫീലുള്ളു മക്കളെ. ആ പാട്ടിനൊരു ഫീല് വരണം. ഇതിപ്പോ ആരാണ്ടയുടെ പാട്ട് എങ്ങാണ്ടൊന്നെടുത്ത് ആക്കാണ്ട് വേണ്ടിയിട്ട് പാടിക്കൊണ്ടിരിക്കുക. നിന്റെ ചങ്കിന്റെ മിടിപ്പ് പ്രാർത്ഥനയായിട്ട് മാറും. നിന്റെ ചങ്കിന്റെ മിടിപ്പ് പ്രാർത്ഥനയായിട്ട് മാറിയ ആ പ്രാർത്ഥന അഭിഷേകം വാങ്ങിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചു. നമ്മൾ ജീവിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ ജീവിക്കണം മക്കളെ. നമ്മളെ കേട്ടിട്ട് നമ്മളെ കണ്ടിട്ട് കുറച്ച് മനുഷ്യനെങ്കിലും ജീവിക്കണം. കുറച്ച് മനുഷ്യർക്കെങ്കിലും നീ ഒരു സാക്ഷിയായിട്ട് മാറണം. സുവിശേഷത്തിന്റെ ബലം നീ കാണിച്ചു കൊടുക്കണം. സുവിശേഷത്തിന്റെ അഭിഷേകം നീ കാണിച്ചു കൊടുക്കണം. പ്രാർത്ഥനയുടെ കരുത്ത് നീ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, വലതുകര വർത്തി ഹല്ലേലൂയ, വലതുകര വർത്തി ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം ജീവിതത്തിലൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ മത്സരമല്ല പ്രസംഗിക്കാൻ. അവിടെ ഒരു കൺവെൻഷൻ, ഇവിടെ ഒരു കൺവെൻഷൻ, അവിടെ ഒരു ധ്യാനഗതി, ഇവിടെ ധ്യാനഗതി. പൗലോസേ നല്ല കാര്യമാണ് പറഞ്ഞു. പെന്തിക്കോസുകാരൻ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത്. അവൻ മത്സരത്തോടുകൂടി ആരോടുകൂടിയായി കക്ഷി മത്സരം കൊണ്ടാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ചിലര് പറയും ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ആത്മാർത്ഥത കൂടാതെ പള്ളിയിൽ പോകുന്നു,
ആത്മാർത്ഥത കൂടാതെ ബലിയർപ്പിക്കുക. നിങ്ങൾ ക്രിസ്തുവിനെ കാണണം. കുർബാനയ്ക്ക് ബാക്കി നമുക്ക് കേൾക്കാം, അച്ഛൻ മുമ്പോട്ട് പോവുക. എന്നാൽ എന്ത് ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനി സന്തോഷിക്കുകയും ചെയ്യും. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ മക്കളെ, ക്രൂശിതനെ പ്രസംഗിക്കുമ്പോൾ നീ സന്തോഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണല്ലോ ക്രിസ്തുവിനെയാണല്ലോ പ്രഘോഷിക്കുന്നത്. ഇനി അവസാനം നിങ്ങളുടെ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്താലും ഇതെനിക്ക് മോചനത്തിനായി പരിണമിക്കുമെന്ന് ഞാൻ അറിയുന്നു. ദൈവപൈതലേ, നീ കാരണം ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, നീ കാരണം ഒരാൾ ദൈവാനുഭവത്തിലേക്ക് വരുമ്പോൾ അത് നിനക്ക് രക്ഷയ്ക്കും മോക്ഷത്തിനും അനുഗ്രഹത്തിനും കാരണമാകും എന്നുകൂടി നീ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെന്റെ ആനന്ദവാ. സ്വർഗത്തിലെത്തുമ്പോ എന്റെ ഭാഗ്യം നിങ്ങളാ. സ്വർഗത്തിലെത്തുമ്പോ എന്റെ സമ്പാദ്യം നിങ്ങളാ. അവളെ അനേകരെ കർത്താവിലേക്ക് നയിക്കാൻ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കളെയൊക്കെ ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നു, മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടതാ. എന്നോട് എനിക്ക് മാമോദിസ വേണം, എനിക്ക് ഈശോയെ വേണം, എനിക്ക് കുർബാന സ്വീകരിക്കണം, എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരു വിശപ്പും ദാഹവും ഒരാവേശവും ക്രിസ്തുവിന് വേണ്ടി. കുർബാന സ്വീകരിച്ചവരൊക്കെ ഇങ്ങനെ വന്ന് ഒരു നോക്കിയ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഹൃദയ നൊമ്പരമായിട്ടൊക്കെ മാറിയ മനുഷ്യന് കൂട്ടത്തിലിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ ഏട്ടാ നിങ്ങൾ അടുത്തുള്ള പള്ളിയിൽ ചെന്ന് അച്ഛനെ കാണുക, അച്ഛനോട് കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാം. അവളെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരു ദാഹം, ക്രിസ്ത്യാനി ആകാനൊരു വിഷമം. നീ വെറുതെ ക്രിസ്ത്യാനി ഒന്നും ആകണ്ട കേട്ടോ, പള്ളിപ്പേരിടാൻ വേണ്ടി ആകണ്ട. ക്രിസ്തുവിനെ നീ അത്രമേൽ സ്നേഹിക്കുന്നെങ്കിൽ, ക്രിസ്തു നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നതിന് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെങ്കിൽ, ആത്മാർത്ഥതയോടെ നീ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമെങ്കിൽ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യം, ആകയാൽ എനിക്കൊന്നിലും ലജ്ജിക്കേണ്ടി വരില്ലെന്നും. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് ഒന്നിലോ ക്രിസ്തുവിനെ അത്രമേൽ ഹോൾഡ് ഓൺ ടു ക്രൈസ്റ്റ്, അത്രയ്ക്ക് കർത്താവിനെ മുറുക്ക. എൻ്റെ പൊന്നുമക്കളെ, യേശുനാമത്തച്ഛൻ പറയുക, നീ ക്രിസ്തുവിനെ അത്രമേൽ മുറുക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലും നിനക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന്. ഒന്നിനും നീ ഉയരോടെ വെച്ച് നിന്നെ കർത്താവ് വളർത്തും മോനെ, നിന്നെ കർത്താവ് കെട്ടിപ്പടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന്, മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ, ഐ ആം സോ കോൺഫിഡന്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ ധൈര്യത്തോടെ, മറിച്ച് പൂർണ്ണത എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ, ഇൻ മൈ ബോഡി. നമ്മുടെ നാക്കിലുണ്ട് ക്രിസ്തു, നമ്മുടെ വർത്തമാനത്തിലുണ്ട്, നമ്മുടെ പാട്ടിലുണ്ട് ക്രിസ്തു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചങ്കിൽ, നമ്മുടെ കരളിൽ, നമ്മുടെ ചിന്തയിൽ ക്രിസ്തു ഉണ്ടോ? നീ ഒരു കുർബാനയായിട്ടൊക്കെ മാറുന്നു, നീ ഒരു തിരുവോസിയായിട്ട് മാറാൻ പറ്റുമോ നിനക്ക്? ഒരപ്പത്തിൽ ഈശോ എഴുന്നള്ളി വരുമ്പം അതിനെ നമ്മൾ വിളിക്കുന്നതാണ് തിരുവോസി. നിന്റെ ശരീരത്തിൽ ക്രിസ്തു എഴുന്നള്ളി വന്നിട്ട് നിനക്കൊരു തിരുവോസിയായി മാറാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തിരുവോസിയായ അമ്മമാര് മാറണം, ഒരു തിരുവോസിയായ അപ്പൻ തീരണം, ഒരു തിരുവോസിയായ ഒരു വൈദികൻ മാറണം, ഒരു തിരുവോസിയായ ഒരു സന്യാസിനി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സാധ്യതയാ മക്കളെ. തൊടത്തിലൊരുത്തനും പിന്നെ നിന്നെ കാണുന്നവര് കൈകൂപ്പി നിൽക്കുന്ന ഒരു അനുഭവം വരാൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ, ജീവിതം വഴിയോ മരണം വഴിയോ രണ്ടും വിഷയമില്ലെന്ന്
ജീവിക്കാനും ഞാൻ ഒരുക്കുക, മരിക്കാനും ഞാൻ വെക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊക്കെ മരണത്തെ ഭയമാണ്. ഏതാണ്ട് ദുരന്തമൊക്കെ ആയിട്ട്. മരണമൊന്നും ദുരന്തമല്ല മക്കളെ. മരണത്തെ ദുരന്തമായിട്ട് കാണല്ല. മരണത്തെ ജ്ഞാനസ്നാനമായി കാണണം. മരണത്തെ ക്രിസ്തുവിൽ ദൈവത്തിലുള്ള ജനനമായി കാണണം. മരണത്തെ സ്വർഗത്തിന്റെ പാസ്പോർട്ടായിട്ട് മക്കൾ കാണണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര കാലം ജീവിക്കണം? 90 വയസ്സോ? 90 വയസ്സ് ജീവിക്കാൻ വേണ്ടിയാണ് ഇത്ര തത്രപ്പാട്. എൻ്റെ പൊന്നുകൊണ്ട് അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള സ്വർഗത്തിൽ 90 വർഷം ജീവിക്കാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് എഴുതിട്ട് ഓടുക. എഴുതി വെച്ചൊരു ഡേറ്റ് ഉണ്ട് മോനെ, ആ ഡേറ്റിൽ പോകണം. എഴുതി വെച്ചൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ പോകണം. നീ കർത്താവിനെ വിളിക്കുക. സ്വർഗത്തിന്റെ ഭാഷയും സ്വർഗത്തിന്റെ രീതികളും നീ പഠിച്ചു വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം വഴിയോ മരണം, എന്തൊരു ബലമാണ് ഈ പൗലോസിന്. ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷ. എനിക്ക് തീവ്രമായ ആഗ്രഹം കൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. എൻ്റെ കർത്താവിലാണ് ഞാനെന്ന് എന്നുള്ളൊരു ഉറപ്പ്. വീണ്ടും പറയാം, എനിക്ക് ജീവിതം ക്രിസ്തുവും. For me life is Christ and death is a gain. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേടും. കാരണം മരിച്ച പിന്നെ ഞാൻ പാപം ചെയ്യാൻ പോകുന്നില്ലല്ലോ, പിന്നെ ഞാൻ തെറ്റിലേക്ക് വീഴുന്നില്ലല്ലോ. മരിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക്, എൻ്റെ തമ്പുരാൻ്റെ എനിക്ക് ജീവിതം ക്രിസ്തുവാ. For me everything is Christ. ക്രിസ്തു കഴിഞ്ഞിട്ടേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബാക്കിയെല്ലാം ഉള്ളൂ. ഇരുകരങ്ങൾ ഉയർത്തിക്ക് എഴുന്നേറ്റ് സ്വരം ഉയർത്തി വിളിച്ച് ഈശോയേ, ഒച്ചത്തെ വിളിക്കുക ഈശോയേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, എല്ലാ സുവിശേഷം പഠനാനായിട്ട്, എല്ലാ ദൈവാനുഭവം കിട്ടാനായിട്ട്, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, വേദനകൾ സങ്കടങ്ങൾ അകന്നു പോകട്ടെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാ